കണ്ണൂരിൽ തെരുവുനായ ബോധവൽക്കരണത്തിനിടെ നാടക കലാകാരന് നായയുടെ കടിയേറ്റു. കണ്ടക്കൈ പറമ്പിലെ പി രാധാകൃഷ്ണനാണ് കടിയേറ്റത്. കണ്ടക്കൈ പി കൃഷ്ണപിള്ള വായനശാലയിലായിരുന്നു ബോധവൽക്കരണ നാടക അവതരണം ഉണ്ടായത്. ഇതിനിടെയായിരുന്നു ആക്രമണം. കടിയേറ്റ രാധാകൃഷ്ണൻ പരിയാരം മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടി. ഒറിജിനൽ റിയൽ അത് മതി ഒറിജിനൽ റിയൽ അത് മതി വാർത്തയുടെ വിശദാംശങ്ങളുമായി സുമേഷ് മൊറാഴിയാണ് ചേരുന്നത്. സുമേഷ്, ഈ തെരുവുനായ ബോധവൽക്കരണത്തിന്റെ പ്രോഗ്രാമിനിടയിൽ തന്നെയാണ് അത് അവതരിപ്പിച്ച കലാകാരന് തെരുവുനായയുടെ കടിയേറ്റത്. തീർച്ചയായും തെരുവുനായ കടിക്കുക എന്നത് അങ്ങേയറ്റം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒന്നാണ്. പക്ഷേ ഇത് കൗതുകം ഉണ്ടാക്കുന്ന ഒന്നുകൂടിയായി മാറിപ്പോയി. യഥാർത്ഥത്തിൽ എന്തിനായിരുന്നു ഈ ബോധവൽക്കരണം? എന്തായിരുന്നു ഈ ബോധവൽക്കരണ പരിപാടിയിലൂടെ ഉദ്ദേശിച്ചത്? അതിനിടെ എന്താണ് യഥാർത്ഥത്തിൽ അവിടെ സംഭവിച്ചത്? അഭിലാഷ്, ജില്ലയിൽ അടുത്തിടെ നിരവധി പേർക്കാണ് ഈ തെരുവ് നായയുടെ കടിയേറ്റ് ചികിത്സ തേടിയത്. ഇപ്പോഴും തെരുവ് നായകളുടെ ആക്രമണം തുടരുക തന്നെയാണ്. ഇതിനെതിരെയുള്ള ഈ ബോധവൽക്കരണ പരിപാടിയായിരുന്നു ഇന്നലെ മയ്യിൽ കണ്ടക്കൈ പി കൃഷ്ണപിള്ള വായനശാല അവരുടെ നേതൃത്വത്തിലാണ് ഇത്തരം ഒരു ബോധവൽക്കരണ നാടക അവതരണം നടത്തിയത്. ഈ നാടകം അവതരിപ്പിച്ച കണ്ടക്കൈ പറമ്പിലെ പി രാധാകൃഷ്ണനാണ് ഈ നായ കടിച്ചത്. ഇതിനൊരു പശ്ചാത്തലം എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ഈ നാടകത്തിന്റെ പിന്നണിയിൽ നായകൾ കൂട്ടത്തോടെ ആക്രമിക്കുന്ന ശബ്ദമുണ്ടായിരുന്നു. ഉച്ചഭാഷണിലൂടെ അത്തരമൊരു ശബ്ദമുണ്ടായിരുന്നു. ഈ ശബ്ദം കേട്ട് തങ്ങളെ ആക്രമിക്കാൻ വരുന്ന ആളാണെന്ന തോന്നലാകാം ഇത്തരമൊരു ആക്രമണത്തെ ഈ നായ പ്രേരിപ്പിച്ചതെന്നാണ് ഈ വീഡിയോയിലൂടെ മനസ്സിലാകുന്നത്. ഏതായാലും നാടകം അവതരിപ്പിക്കുന്നതിനിടയിൽ തന്നെയായിരുന്നു ഈ നായ വന്ന് ആക്രമിക്കുകയും അങ്ങനെ തുടർന്ന് കാലിന് കടിയേൽക്കുകയും ചെയ്തു. എന്നാൽ ഇദ്ദേഹം ഈ നാടക അവതരണം തുടരുകയും ചെയ്തു. തുടർന്ന് സംഘാടകർ, ഈ നാടക അവതരണത്തിന് ശേഷം സംഘാടകർ ഇയാളെ കണ്ണൂരിലെ പരിയാരം മെഡിക്കൽ കോളേജിൽ എത്തുകയും പ്രാഥമിക ചികിത്സ തേടുകയാണ് ഉണ്ടായത്. ഏതായാലും ഈ തെരുവ് നായകൾക്കെതിരെ ബോധവൽക്കരണം നടത്തിയ ആളെ തന്നെ ഈ നായ കടിച്ചു എന്നതാണ് ഏറെ കൗതുകം ഉണ്ടാക്കുന്ന കാര്യം. തീർച്ചയായും സുമേഷ്, ഇത് ആരായിരുന്നു ഇതിന്റെ സംഘാടകർ എന്നതിൽ വ്യക്തതയുണ്ട്. ആരെയാണ് ഇതിലൂടെ ബോധവൽക്കരിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നതും കൗതുകകരമാണല്ലോ. ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് കണ്ടക്കയിലുള്ള പി കൃഷ്ണപിള്ള വായനശാലയുടെ നേതൃത്വത്തിലാണ് ഇത്തരമൊരു ഈ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചത്. അതായത് ഈ പ്രദേശത്തുള്ള ഈ സാംസ്കാരിക സ്ഥാപനങ്ങളൊക്കെ ഈ നായകളെ ആക്രമിക്കുന്നതിനെതിരെയുള്ള ഈ ബോധവൽക്കരണ പരിപാടികൾ നടത്തി വരികയാണ്. അതായത് ഈ നായകൾ ആക്രമിക്കുന്നത് നിരന്തരം ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ സാംസ്കാരിക സ്ഥാപനങ്ങൾ അതുപോലെ തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഒക്കെ നിയന്ത്രണത്തിൽ ഇത്തരം ഒരു പരിപാടികൾ സംഘടിപ്പിച്ചു വരുന്നത്. ഇതിന്റെ ഭാഗമായിക്കൊണ്ട് തന്നെയാണ് ഈ മയ്യിലുള്ള ഈ കണ്ടക്കയിലുള്ള പി കൃഷ്ണപിള്ള വായനശാല ഇത്തരം ഒരു പരിപാടി സംഘടിപ്പിച്ചത്. അത് അവിടുത്തെ പ്രാദേശിക നാടക കലാകാരൻ തന്നെയാണ് ഈ പി രാധാകൃഷ്ണൻ എന്ന് പറയുന്ന നാടക കലാകാരൻ. ഇദ്ദേഹമാണ് ഇത്തരം ഒരു പരിപാടി അവതരിപ്പിച്ചത്. ആ രംഗത്തിൽ നമുക്ക് കാണാം ഈ വേദിയിലേക്ക് ഓടി വരുന്ന ഒരാളെയാണ് അതിന്റെ ഒരു ചിത്രീകരണം എന്ന് പറയുന്നത്. അതായത് നായകൾ കൂട്ടത്തോടെ ആക്രമിക്കാൻ വരുന്ന ഒരു രംഗമായിരുന്നു ആ നാടകത്തിൽ ഉണ്ടായിരുന്നത്. ഇങ്ങനെ ഇദ്ദേഹം ഈ വേദിയിലേക്ക് ഓടി വരികയും ഈ ഉച്ചഭാഷണിയിലൂടെ ഈ നായകൾ ആക്രമിക്കുന്ന ഒരു ശബ്ദം പുറപ്പെടുവിക്കുകയും ചെയ്യുന്നു. ഈ ശബ്ദമാണ് ഈ തൊട്ടടുത്ത് ഈ നായയെ ആക്രമിക്കുന്നതിന് വേണ്ടി, ഈ കലാകാരനെ ആക്രമിക്കുന്നതിന് വേണ്ടി പ്രേരിപ്പിച്ചതെന്നാണ് മനസ്സിലാക്കുന്നത്. അതായത് നായ മനസ്സിലാക്കുന്നത് തന്നെ ആക്രമിക്കാൻ വരുന്ന ആളാണെന്നാണെന്ന് ഒരു ചിന്തയാകാം ഇത്തരം ഒരു ആക്രമണത്തെ നായയെ പ്രേരിപ്പിച്ചതെന്നാണ് മനസ്സിലാക്കുന്നത്. അതുപോലെ ഇത് കണ്ടിരുന്ന ആളുകൾക്ക് പെട്ടെന്ന് ഈ കാര്യം മനസ്സിലായില്ല എന്ന് തോന്നുന്നു. ഈ പട്ടി
അതായത് അതും ഇനിയിപ്പോൾ ഈ നാടകത്തിന്റെ ഭാഗമായിരുന്നോ എന്ന് അവർ സംശയിച്ച് പോയിരുന്നോ? തീർച്ചയായും അഭിലാഷ്, അതാണ് മറ്റൊരു കൗതുകം എന്ന് പറയുന്നത്. അതായത് ഇതിന്റെ ഒരു ഈ നാടകത്തിലുള്ള ഒരു രംഗം തന്നെയാണ് ഈ നായ വന്ന് വേദിയിൽ ഒന്ന് ആക്രമിക്കുന്നതെന്നായിരുന്നു ഈ കണ്ടിരുന്ന ആളുകളുടെ ചിന്ത. അങ്ങനെ ആദ്യം ഇതിനെ ആളുകൾ ആ രീതിയിൽ പ്രതികരിച്ചില്ല. എന്നാൽ ഇതല്ല, അങ്ങനത്തെ അത്തരം ഒരു രംഗമല്ല, ഇത് നായ വന്ന് ആക്രമിക്കുന്ന തന്നെയാണ് എന്നാണ് മനസ്സിലാക്കിയപ്പോഴാണ് സദസ്സിലിരുന്ന ആൾ ഈ നായയെ ആക്രമിക്കുകയും പിന്തിരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്തത്. അഭിലാഷ്, യെസ്, എന്തായാലും കൗതുകകരം കൂടിയാണ്. സാധാരണ നമ്മൾ ലഹരിക്കെതിരെ മദ്യത്തിനെതിരെയൊക്കെ ബോധവൽക്കരണം എന്നുള്ളതുണ്ട്. കാരണം അത് നമ്മൾ പോയി ഉപയോഗിക്കുന്നതാണ്. തെരുവ് നായ അല്ലെങ്കിൽ മറ്റു മൃഗങ്ങളൊക്കെ ആക്രമിക്കാൻ വരുമ്പോൾ ബോധവൽക്കരണം നടത്തിയിട്ട് എന്ത് കാര്യം എന്നതും സംശയമുണ്ടാക്കുന്ന ഒന്നാണ്. അധികാരികൾ എന്താണെങ്കിലും ഇക്കാര്യം ശ്രദ്ധിക്കട്ടെ. തെരുവുനായ ആക്രമണങ്ങൾക്കെതിരെ കണ്ണു തുറക്കേണ്ടത് നമ്മുടെ ഭരണകൂടം തന്നെയാണ് എന്നാണ് ആവർത്തിക്കാനുള്ളത്.